ബോഡി ഷെയ്മിങ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനസിക രോഗം തന്നെയാണ്. അപ്പോൾ അവരെ ഞാനൊരു രോഗിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഹായ് ഓൾ, നമ്മൾ കുറേയായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞാൻ 2 ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. ഒന്നാമത്തെ കാര്യമാണ് ബോഡി ഷെയ്മിങ്, ബുള്ളിങ്, സ്ലട്ട് ഷെയ്മിങ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ കുഞ്ഞിലേ തൊട്ട്, ചെറുപ്പം തൊട്ടേ അത്യാവശ്യം വണ്ണമുള്ള ആളാണ്. അപ്പോൾ കുഞ്ഞിലേ തന്നെ നമ്മുടെ കുറേ ബന്ധുക്കളുണ്ടല്ലോ, കുറേ ആൾക്കാർ പറയുമായിരുന്നു, അതായത് ഇങ്ങനെ തിന്ന് വണ്ണം വെച്ച് വീർത്ത് വാ, നിന്നെ കെട്ടാനൊന്നും ഒരുത്തരും വരികയല്ല അങ്ങനെ പറയുമായിരുന്നു. പിന്നീട് സ്കൂളിലേക്കൊക്കെ കയറിയ സമയത്ത് ഞങ്ങൾ UP സ്കൂളിലായ സമയം നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ മെഷർ ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ക്ലാസ് ലീഡർ ആ ചെറുക്കൻ എന്നോട് പറഞ്ഞു, നിത്യ നീ അവസാനം വന്ന് വെയിറ്റ് നോക്കാവോളെ, കാരണം മെഷീൻ പൊട്ടിപ്പോവും, നമുക്കൊക്കെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കേട്ട് നിന്ന പിള്ളേരും ടീച്ചർമാരും കുറേ പേര് ചിരിച്ചു. കാരണം അന്നത്തെ ആ ഒരു ജനറേഷനിൽ ആർക്കും തന്നെ അത് ബോഡി ഷെയ്മിങ് ആണ്, അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അറിവില്ലായിരുന്നു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കോളേജിൽ വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തും ഇതിനെക്കുറിച്ച് അത്ര അവയർനെസ് എല്ലാവരിലേക്കും വന്നിട്ടില്ല. അപ്പോൾ അന്ന് ആ സമയത്താണ് ഡാ തടിയ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിത്യ ഇന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാം കൂടെ പോകാം, നീയും വാ, നിനക്ക് ടിക്കറ്റ് ഫ്രീ ആടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ് അങ്ങനെ, അത് 100 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ളവർക്ക് ഈ സിനിമ ഫ്രീ ആണെന്നാണ് അവർ ആഡ് ഇറക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ തിരിച്ച് അവൻ്റെ നിറം വെച്ചിട്ട് അത് ബോഡി ഷെയ്മിങ് ചെയ്തു. ഐ എം എക്സ്ട്രീംലി സോറി. അന്ന് ബോഡി ഷെയ്മിങ്, അന്ന് ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നീട് എനിക്കത് ബോഡി ഷെയ്മിങ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ ഞാനും ഒരു കാലഘട്ടത്തിൽ അറിയാതെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അവനോട് സോറി പറയുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഇപ്പോൾ കേക്ക് നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും അതെന്തായിരിക്കും, ഒരു ജോക്കായിരിക്കും. പക്ഷെ അത് ഏൽക്കുന്ന ആൾക്ക് നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമമുള്ള ഒരു സംഭവമാണ്. അത് കണക്ക് തന്നെ ഞങ്ങൾ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ടൂർ പോയ സമയത്ത് ലാസ്റ്റ് ഡേയിൽ നമ്മൾ ടോക്ക് കൊടുക്കണമല്ലോ. അപ്പം ബസ്സിലിരുന്ന് എല്ലാവരും അവരുടെ ടൂർ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ചങ്ക് കൂട്ടുകാരൻ പറഞ്ഞു, നിത്യ വണ്ടർലായിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് നിൻ്റെ അടുത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പല റൈഡിലും കയറിയില്ല, അതുകൊണ്ട് പല എക്യുപ്മെൻറ്റ്സും പൊട്ടിപ്പോയില്ല. സോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ബോഡി ഷെയ്മിങ് ആണ്, അത് ചെയ്ത ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അറിയത്തില്ല. അപ്പോൾ അവർ ചെയ്തത് ഒരു ക്രൈമാണെന്നോ, അല്ലെങ്കിൽ അത് അവരുടെ മാനസിക വിഭ്രാന്തിയാണോ, അല്ലെങ്കിൽ അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാവാം. ഓക്കെ, സോ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ജനറേഷനിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് രഹസ്യമായിട്ട് ഫേക്ക് ID വെച്ചേ പറയാറുള്ളൂ. എങ്കിലും ബോഡി ഷെയ്മിങ് അനുഭവിച്ച ആൾക്കാർക്ക് അത് എത്രത്തോളം നമ്മളെ ഇൻറ്റേർണലി ഒത്തിരി അകത്ത് നമ്മുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈവൻ എൻ്റെ സ്കിൻ വളരെ ഡ്രൈ സ്കിന്നാണ്. അപ്പം അതനുസരിച്ച് കാണാൻ കൊള്ളില്ല എന്നുള്ള ഇതും, അല്ലെങ്കിൽ നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ രീതി ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും പലരും എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ പോലും എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ക്രിറ്റിസിസം വേറെയാണ്, ജോക്ക് വേറെയാണ്, ബോഡി ഷെയ്മിങ് വേറെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണിത് ഇന്ന് ലോങ് വീഡിയോയിലൂടെ പറയാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പേടിച്ച് ഒരു ബോഡി ഷെയ്മിങ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും സ്ലട്ട് ഷെയ്മിങ് ചെയ്യുമോ, എനിക്ക് എഡിറ്റിംഗ് അറിയത്തില്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയത്തില്ല, ഇതിൻ്റെ പേരിൽ എന്നെ പേഴ്സണലി ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമോ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് കരുതി ചെയ്യാതിരിക്കരുത്. നമ്മളെ ഒരാൾ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ, നമ്മളെ ഒരാൾ ബുള്ള് ചെയ്യുമ്പോൾ ആ ആൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമാണ്. ഓക്കെ, അയാൾക്കൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെക്ഷനോ അല്ലെങ്കിൽ നല്ലവണ്ണം സോഷ്യലൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. സോ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും എന്താവരുത്, ഡെസ്പ് ആവുകയോ ഡീമോട്ടിവേറ്റ് ആവുകയോ ചെയ്യരുത്. ഓക്കെ, പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചിരിച്ചുകൊണ്ട് അതങ്ങ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാൻ പോകരുത്, പകരം നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞത് മീൻസ് നമ്മൾ എന്ത് ചെയ്താലും
ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാൻ വരും. ഇപ്പം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കാൻ വന്നു. ഇപ്പോഴും അതേ പേര് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തും നേരെ ചെയ്യാൻ ക്യാമറ പിടിക്കാൻ അറിയത്തില്ല, എഡിറ്റിംഗ് അറിയത്തില്ല, എന്തിനാണ് ഈ പ്രായത്തിൽ ഇതിന് പോകുന്നത്, വീട്ടിൽ ഒതുങ്ങിയിരുന്നൂടെ, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടല്ലോ, പിന്നെ അതിനിടയ്ക്ക് ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇപ്പം ഇങ്ങനെ കളിയാക്കൽ പേടിച്ച് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ആരെയും പേടിച്ച് ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക്, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് ഈ ചാനലിലൂടെ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ്സ് ഏതാണ് എന്നെനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ ചെയ്യണം. അപ്പം നമുക്ക് നല്ല കമൻറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അത് നോക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. സോ ഹായ് ഓൾ, ഗുഡ് ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും നമ്മുടെ വീഡിയോ റീച്ച് കൂട്ടും. അത് വേറൊരാളിലേക്ക് വീഡിയോ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. ബൈ. Thank you.